നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ റിക്കേഴ്സീവ് എന്യൂമറബിൾ ലാംഗ്വേജസിൻ്റെ പ്രോപ്പർട്ടീസാണ്. ഓക്കെ, റിക്കേഴ്സീവ് എന്യൂമറബിൾ ലാംഗ്വേജസിൻ്റെ പ്രോപ്പർട്ടീസ്. റിക്കേഴ്സീവ് എന്യൂമറബിൾ ലാംഗ്വേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ എന്ന് പറയുന്ന ലാംഗ്വേജസിനകത്ത് എലമെൻ്റ് ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും, എലമെൻ്റ് അല്ല എങ്കിലും രണ്ട് ഔട്ട്പുട്ട് വരും. ഏതൊക്കെയാ? ഒന്നുകിൽ റിജക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ കണ്ടിന്യൂസ് അത് റിപ്പീറ്റ് ചെയ്ത് ലൂപ്പിങ്ങിനകത്ത് പോയിക്കൊണ്ടിരിക്കും. പിന്നെ രണ്ട് രീതിയിലാണ് ലാംഗ്വേജിനകത്ത് എലമെൻ്റ് അല്ല എങ്കിൽ നമുക്ക് കിട്ടുന്നത്. അങ്ങനെയുള്ള ലാംഗ്വേജസിനെയാണ് റിക്കേഴ്സീവ് എന്യൂമറബിൾ ലാംഗ്വേജസ്. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, റിക്കേഴ്സീവ് എന്യൂമറബിൾ ലാംഗ്വേജസിന് രണ്ട് പ്രോപ്പർട്ടീസേ ഉള്ളൂ: യൂണിയൻ, ഇൻ്റർസെക്ഷൻ. യൂണിയൻ, ഇൻ്റർസെക്ഷൻ രണ്ടെണ്ണമാണ് റിക്കേഴ്സീവ് എന്യൂമറബിൾ ലാംഗ്വേജസിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ യൂണിയൻ നോക്കുകയാണെങ്കിൽ, യൂണിയൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്, L1 L2 രണ്ട് ലാംഗ്വേജസ് ഉണ്ടെങ്കിൽ L1 യൂണിയൻ L2 ആണ്. ഏതെങ്കിലും ഒന്ന് അക്സെപ്റ്റ് ചെയ്താലും മതി. അപ്പോൾ നമ്മൾ M1 എന്ന് പറയുന്ന മെഷീന് അതിനകത്ത് W എന്ന് പറയുന്ന ഇൻപുട്ട് കൊടുത്തു. W എലമെൻ്റ് ഓഫ് L1 ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും. അതുപോലെ M2 എന്ന് പറയുന്ന വേറൊരു മെഷീൻ, അതിനകത്ത് നമ്മൾ W കൊടുത്താൽ W എലമെൻ്റ് ഓഫ് L2 ആണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ യൂണിയൻ എന്ന് പറഞ്ഞാൽ ഇത് എല്ലാം കൂടി ചേരുന്നതാണ്. ഒന്നുകിൽ ഈ രീതിയിൽ ഇത് വച്ചിട്ട് അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് വച്ചിട്ട് അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അക്സെപ്റ്റൻസ് കാര്യം മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ, റിജക്ഷൻ കാര്യംസ് ഒന്നും പറയുന്നില്ല. കാരണം റിജക്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒന്നുകിൽ റിജക്റ്റ് ആയി പോകണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ലൂപ്പിംഗ് കണ്ടീഷൻസ് വരണം. അപ്പോൾ അക്സെപ്റ്റൻസ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ അക്സെപ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ എന്താണ്, M1 മെഷീനിൽ നിന്ന് അക്സെപ്റ്റൻസ് വരണം, അല്ലെങ്കിൽ M2 മെഷീനിൽ നിന്ന് അക്സെപ്റ്റൻസ് വരണം. ഏതെങ്കിലും ഒന്നിൽ നിന്ന് അക്സെപ്റ്റ് വന്നു കഴിഞ്ഞാൽ ഫൈനലി നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, അതാണ് യൂണിയൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ റിജക്ഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ ചെയ്തില്ല നേരത്തേത്തതുപോലെ. എന്തുകൊണ്ടാണ്? റിജക്റ്റ് എന്ന് പറയുന്നത് റിക്കേഴ്സീവ് എന്യൂമറബിൾ ലാംഗ്വേജസിനകത്ത് നോട്ട് എലമെൻ്റ് ഓഫ് എൽ ആണെങ്കിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, ഒന്നുകിൽ റിജക്റ്റ് വരും, അല്ലെങ്കിൽ ലൂപ്പ് വരും. അപ്പോൾ ആ രണ്ട് കണ്ടീഷൻസ് നമുക്ക് എഴുതണ്ട, പകരം നമ്മൾ അക്സെപ്റ്റ് ആവുന്നുണ്ട് കണ്ടീഷൻസ് മാത്രമാണ് എഴുതുന്നത്. അല്ലെങ്കിൽ ഇതിനും കൂടി ചേർത്ത് നമ്മൾ 3 കണ്ടീഷൻസിന് എഴുതേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, യൂണിയനിൽ ഫസ്റ്റ് മെഷീനിൽ നിന്ന് അക്സെപ്റ്റൻസ് വരുന്നതും രണ്ടാമത്തെ മെഷീനിൽ നിന്ന് അക്സെപ്റ്റ് വരുന്നു. നമുക്ക് ഫസ്റ്റ് മെഷീനിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് പറയാം, ഇത് അക്സെപ്റ്റ് ചെയ്തു എന്ന് പറയാം. അപ്പോൾ ഏതൊർ കണ്ടീഷനാണ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത് യൂണിയനകത്ത്, ഒന്നുകിൽ ആദ്യത്തതിൻ്റെത് അല്ലെങ്കിൽ രണ്ടാമത്തേൻ്റെത്. ഓക്കെ, ദെൻ ഇൻ്റർസെക്ഷൻ. ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്, നമ്മൾ L1 L2 രണ്ട് ലാംഗ്വേജസ് ആണെങ്കിൽ L1 എലമെൻ്റ് ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും. അത് തന്നെ ഏതിലും നോക്കണം, L2 എന്ന് പറയുന്ന ലാംഗ്വേജസിനകത്ത് നോക്കണം. അപ്പോൾ അത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യണം. W എലമെൻ്റ് ഓഫ് L1 ആൻഡ് W എലമെൻ്റ് ഓഫ് L2 രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം ആ സ്ട്രിങ് അക്സെപ്റ്റ് ചെയ്യും, ഇല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ലൂപ്പ് ചെയ്യും. അപ്പോൾ അവിടെ നമ്മൾ പറയുന്നത് ഫസ്റ്റ് M1 എന്ന് പറയുന്ന മെഷീനിൽ നമ്മൾ W കൊടുത്തു. W എലമെൻ്റ് ഓഫ് L1 ആണെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. ആ സെയിമിനെ നമ്മൾ എന്ത് ചെയ്യും, രണ്ടാമത്തെ മെഷീൻ M2 എന്ന് പറയുന്ന മെഷീനിൽ കൊടുക്കും. ദെൻ W എലമെൻ്റ് ഓഫ് L2 ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മുടെ മെയിൻ മെഷീൻ എന്ന് പറയുന്നത്. അതിനകത്ത് W കൊടുക്കും. അപ്പോൾ ഫസ്റ്റ് M1 എന്ന് പറയുന്ന മെഷീനിൽ കൊടുത്ത് W എന്ന് പറയുന്നത് എലമെൻ്റ് ഓഫ് L1 ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും. അവിടെ നമുക്ക് ഇവിടെ വെച്ച് അക്സെപ്റ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല, പകരം എന്ത് ചെയ്യണം, രണ്ടാമത്തെ മെഷീനിലും കൊടുക്കണം. രണ്ടാമത്തെ മെഷീനിലും അക്സെപ്റ്റ് ആവണമെങ്കിൽ മാത്രമേ ഫൈനലി നമ്മൾ W എന്ന് പറയുന്ന സ്ട്രിങ് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. ഇല്ലെങ്കിൽ ഒന്നുകിൽ അതെന്തായിരിക്കും, റിജക്റ്റഡ് ഓപ്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ അത് ലൂപ്പിംഗ് കണ്ടീഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് റിക്കേഴ്സീവ് എന്യൂമറബിൾ ലാംഗ്വേജസിൻ്റെ പ്രോപ്പർട്ടീസ്. അപ്പോൾ റിക്കേഴ്സീവ് ലാംഗ്വേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ അക്സെപ്റ്റ് അല്ലെങ്കിൽ റിജക്റ്റ്. റിക്കേഴ്സീവ് എന്യൂമറബിൾ ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റ്, റിജക്റ്റ് അല്ലെങ്കിൽ ലൂപ്പ്. റിജക്റ്റും ലൂപ്പും വരുന്നത് W നോട്ട് ഇൻ L എന്ന് പറയുന്നതാണ് റിജക്റ്റ് അല്ലെങ്കിൽ ലൂപ്പ് എന്ന് പറയുന്നത്. അതുപോലെ റിക്കേഴ്സീവ് ലാംഗ്വേജസിൻ്റെ പ്രോപ്പർട്ടീസ് ചോദിച്ചു കഴിഞ്ഞാൽ യൂണിയൻ, ഇൻ്റർസെക്ഷൻ, കോംപ്ലിമെൻറ്റ്. റിക്കേഴ്സീവ് എന്യൂമറബിൾ ലാംഗ്വേജസിൻ്റെ പ്രോപ്പർട്ടീസ് ചോദിച്ചു കഴിഞ്ഞാൽ യൂണിയൻ ആൻഡ് ഇൻ്റർസെക്ഷൻ. ഓക്കെ.